കലാകാരന്മാർക്ക് മരിച്ചതുപോലെ ആയിരുന്നല്ലോ. ഫൈസൽ കാര്യങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? അതൊക്കെ പറയാം. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ചാന്ത് പൊട്ടിയിട്ട് ആ പാട്ടിലെ പ്രമോഷനാണ്. രേണുസുതിയെ കുറിച്ച് പറയുമ്പോൾ രേണുസുതി അങ്ങനെ ചെയ്തു, രേണുസുതി ഇങ്ങനെ ചെയ്തു, പ്രത്യേകിച്ച് അവർക്കെതിരെയുള്ള ഈ ബോഡി ഷേമിങ് വളരെ മോശമാണ്. അതെനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം. ഇന്ന് ഉച്ചക്കേ വെള്ളമില്ലാത്ത കാരണം ഫുഡ് ഉണ്ടാക്കിയില്ല, അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അവര് ഞാൻ നെഗറ്റീവായിട്ട് എക്സ്പോസ്ഡ് ആന്ന് പറയണ ഇപ്പൊ പറഞ്ഞ സീനകത്തേക്ക് ഇപ്പം അവരൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വരാണെങ്കിൽ അവർ പറഞ്ഞ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല, നമുക്ക് ആകെ വിമർശിക്കാൻ ഉണ്ടാവും. കാരണം വേറെ വിധവയായ സ്ത്രീ ഇപ്പൊ സുധി ചേട്ടനില്ല, അവർക്ക് ജീവിക്കേണ്ടെന്നുള്ളൊരു ചോദ്യം അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കിടക്കുന്നില്ലേ? ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും കർമ്മേന്റെ തീരെ തന്നെ ഉണ്ടാ. ഞങ്ങൾ ഫൈസൽക്കാർ 4 മണി ചായ നാട്ടുവർത്തമാനം എന്ന് പറയാം. എന്റെ ചാനലിന്റെ പേര് മാറ്റേണ്ടി വരും. ഫൈസൽക്കാർ 4 മണി ചായ നാട്ടുവർത്തമാനം എന്ന് ആക്കേണ്ടി വരുമോ എന്ന് എനിക്കൊരു സംശയമാണ്. കാരണം ഞാൻ കർമ്മേന്റെ തീരത്ത് വെച്ചിട്ടാണ് കൂടുതൽ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോഴും ഞാൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കർമ്മ. അപ്പം ഞങ്ങൾ എന്നും വൈകുന്നേരം ചാവടിക്ക് ഇറങ്ങാറുണ്ട്. അപ്പം ഇന്നും അതുപോലെ ചാവടിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫൈസൽഖാനോട് ഇങ്ങനെ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ ഞാൻ ചോദിക്കായിരുന്നു, ഫൈസൽഖാൻ നമ്മളിപ്പോ എപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത് ഒറ്റൊരു കാര്യം എല്ലാവർക്കും എന്താ പറയാ പരിചയം ഉണ്ടാവും. കാരണം വിചാരിച്ചാൽ നമ്മള് സുധിച്ചേട്ടനല്ലേ ഫൈസൽഖാൻ, സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി, അവരെ കുറിച്ചിട്ടാണ് കൂടുതൽ വീഡിയോസും നമ്മൾ എന്താ പറയുക റീസെന്റ് ഇപ്പൊ കുറച്ചായിട്ട് നമ്മള് കാണുന്നത് ആ ഒരു വീഡിയോ ആണ് അല്ലെ ഫൈസൽഖാൻ? അപ്പൊ അതിനെ കുറിച്ച് ഫൈസൽഖാന്റെ അഭിപ്രായം എനിക്കതൊന്നല്ല, നിങ്ങൾ എന്താ തിരയുന്നത് അതിനനുസരിച്ചായിരിക്കും യൂട്യൂബ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞങ്ങൾ ഒരിക്കലും രേണുസുധിന്റെ വീഡിയോ ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. കാണുന്നതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അവരുടെ റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞപ്പോ അതിനകത്തേക്ക് ശരിയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും രേണുസുധി ഇവർക്കെതിരെയുള്ള എന്താണ് വിഷയം, സബ്ജക്ട് എന്നാ? രേണുസുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താ പറയാ, അവരിങ്ങനെ നെഗറ്റീവായിട്ട് ഇടുന്നതിനെ കുറിച്ചിട്ട് കൊറേ എന്താ പറയുക നെഗറ്റീവായിട്ട് കൊറേ ആൾക്കാർ പറയുന്നില്ലേ. അപ്പൊ അവരെ കുറിച്ചിട്ട് പറയണത് അപ്പൊ അതൊരു വീഡിയോയില് അഭിനയിച്ചത് അത് എന്താ നമ്മൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതായത് ഒരു ദാസേട്ടനായിട്ട് ഒരു വീഡിയോയില് അവര് വന്നിട്ടുണ്ടായിരുന്നില്ലേ, റീല് ചെയ്യാൻ. പക്ഷെ ആ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു ദിലീപിന്റെ സിനിമയില്, ചാന്ത് പൊട്ടിയിട്ട് ആ പാട്ടിലല്ലോ അവരിപ്പോ വന്നിട്ട് അത്ര വിമർശനം ഇത്ര ഇതായിട്ട്. പക്ഷെ അവരെ ഡ്രസ്സിങ്ങിലേ ഞാൻ കുറ്റം പറയണുള്ളൂ. അങ്ങനെയില്ല, അതല്ല എന്ന് വെച്ചാലേ നമുക്ക് ഇവിടെ രേണുസുധിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ചർച്ചാ വിഷയം ആവുന്നത് എന്താ, സുധിയേട്ടൻ അല്ല കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ മിമിക്രി വലിയൊരു ആർട്ടിസ്റ്റ് കലാകാരൻ, അദ്ദേഹത്തിന്റെ വിയോഗം തന്നെ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അല്ലെ? അത് നമ്മള് പൊതുവെ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ ഒരാളെ പെട്ടെന്ന് മരിച്ചു, നമ്മള് മണിച്ചേട്ടൻ അവരൊക്കെ മരിച്ചെന്ന് പറഞ്ഞപ്പോ കുടുംബത്തിൽ ഒരാള് മരിച്ചതുപോലെ ആയിരുന്നല്ലോ. കാരണം അവര് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അവരാ ഒരു വീഡിയോ നമ്മള് എന്താ പറയാ വാട്സപ്പിൽ അല്ല യൂട്യൂബിലൂടെ ആണല്ലോ നമ്മൾ ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത്. അവർ മരിച്ചത് അവരുടെ ചടങ്ങുകളൊക്കെ കാരണം നമുക്ക് നേരിട്ട് പോയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ വീട്ടിലെ നമ്മുടെ സഹോദരനായിട്ട് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. അതുപോലെ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ മരണം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റിലാണ് സംഭവിച്ചത് അല്ലെ? അതിനുശേഷം അവർ ഫാമിലിനോട് സ്വാഭാവികമായിട്ടുള്ള മലയാളിക്ക് ഉണ്ടാവുന്ന ഒരു അടുപ്പുണ്ട്, ഒരു സെന്റിമെന്റൽ ഒരു വൈകാരികമായ ഒരു അടുപ്പ് അവരോട് സ്വാഭാവികമായിട്ട് രേണുസുധീന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഉണ്ടായ 2 മക്കളുടെ അടുത്തും സുധിയുടെ ഭാര്യ സുധിയുടെ മക്കൾ എന്നുള്ളതിൽ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ സത്യത്തിൽ ഇങ്ങനെ വിവാദപരമായ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ രേണു എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണോ ഇവരാണോ കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഈ കോലും തൂക്കി നടക്കുന്ന റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി അല്ലെങ്കിൽ എന്താ പറയാ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നവരെ പറയാ ഈ യൂട്യൂബേഴ്സിനെ, ഇവരാണ് ദിവസം ഇവര് രാവിലെ എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരെ നേരെ കോലും തൂക്കി ഇവരെ അടുത്തേക്ക് പോണേ. ഞാൻ അവരെ കുറ്റപ്പെടുത്താന്ന് വെച്ചാൽ വിമർശിക്കുക. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അവര്
അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തികൾ എന്താണെന്ന് നോക്കിയിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ നിന്റെയൊക്കെ അതുകൊണ്ടല്ല ഇതൊരു സബ്ജക്റ്റ് അതൊക്കെ എവിടെ തിരിഞ്ഞു നോക്കിയാലും രേണു സൂതി അങ്ങനെ ചെയ്തു, രേണു സൂതി ഇങ്ങനെ ചെയ്തു. പ്രത്യേകിച്ച് അവർക്കെതിരെയുള്ള ഈ ബോഡി ഷേമിങ് വളരെ മോശമാണ്. അതെനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല. കാരണം അവര് ഞാൻ നെഗറ്റീവായിട്ട് ഇപ്പൊ എക്സ്പോസ്ഡ് ആന്ന് പറയണ ഇപ്പൊ പറഞ്ഞ സീനകത്തേക്ക് ഇപ്പം അവരൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വരാണെങ്കിൽ അവർ പറഞ്ഞ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരമല്ല. നമുക്ക് അവരുടെ ചെയ്തികൾ പലതും പല കാട്ടിക്കൂട്ടലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും അവർ അംഗീകരിക്കത്തക്ക രീതിയിൽ ഒരു പെർഫോമൻസ് എവിടെ ചെയ്ത് കണ്ടിട്ടില്ല. റീൽസിന്റെ അപ്പുറത്തേക്ക് റീൽസ് എന്ന് പറഞ്ഞ സ്ലോ മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതാണ്. അതല്ല ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് വൈസ് കൃത്യമായിട്ട് ആ ക്യാരക്ടറായി മാറുന്ന തലത്തിലൊന്നും വർക്ക് ചെയ്തില്ല. കുറെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവര്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ മുന്നേ 1-2 ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ആക്ഷേപം ആ രീതിയിലല്ല. അവരായിട്ടില്ല. അവർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അവർ ഉപജീവന മാർഗമായിട്ട് ഈ മേഖലയെ തെരഞ്ഞെടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. കാരണം വേറെ വിധവയായ സ്ത്രീ ഇപ്പൊ സുധി ചേട്ടനില്ല, അവർക്ക് ജീവിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കിടക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ഈ സദാചാരം പറയുകയും ഈ വീട്ടിനകത്ത് അടങ്ങി ഒതുക്കിയിരിക്കും നീ വിധവയല്ലേ എന്നൊക്കെ പറയുന്നത് വീഡിയോ ചെയ്ത് ചിലപ്പോൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും നിങ്ങൾ വീട്ടിൽ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നൊക്കെ. നമ്മളതിനെ ഞാൻ എന്റെ പക്ഷം ഞാൻ പറയുന്നത് വിമർശിക്കല്ല. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവർ ആ ഒരു ഡ്രസ്സിങ് എനിക്ക് തീരെ അത്ര ഡ്രസ്സിങ് ആ ഒരു ആൽബത്തിലുള്ള ആ ഒരു ഇത് മാത്രമേ റീല്. പിന്നെ അതിനുശേഷം എന്താ പറയാ വേറൊരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വിഷുവിന്റെ ഫോട്ടോഷൂട്ടാ. എന്തോ ആവട്ടെ, എന്തിന്റെ പുറത്തും കുറച്ച് എക്സ്പോസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവര് കുറച്ച് കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അതിൽ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അവർക്കെതിരെ ഈ ഉള്ള കമന്റുകൾ ഉണ്ടല്ലോ, അത് വളരെ പലപ്പോഴും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലാണ്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവരവരെ പാട്ടിന് വിടുക എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോലും തൂക്കി ഇതായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബേഴ്സ് അവരെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ് അവര് എന്താ ചെയ്യണം, അവർ ഇത് ചെയ്യണം. ഇപ്പൊ ഇന്ന് നമ്മൾ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ റീൽസ് ഇങ്ങനെ നോക്കുമ്പോൾ ആരോ അദ്ദേഹത്തിന്റെ ഒരു ആൺസുഹൃത്തിന് ഇവള് ചോറ് വായിൽ വെച്ച് കൊടുക്കുന്നു, വാരി കൊടുക്കും, തിരിച്ചും കിട്ടും. എന്നിട്ട് അതിന് തലക്കെട്ടും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്യണമല്ലോ, സ്വാഭാവികമായിട്ട് ക്ലിക്ക് ചെയ്യും. കയറി ആ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നെ, അതൊക്കെ വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. പക്ഷെ എന്താ പറയാ, നമ്മള് കുറെ ഭാഗം എന്താ പറയാ, നമ്മുടെ ഇത് അങ്ങനെയാണല്ലോ സമൂഹത്തിന് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണേ, എനിക്ക് അവരെ ഞാൻ ഒന്നിനോടും എന്താ പറയാ അങ്ങനെ ഇതായിട്ട് ഈ രേണുസുതി എന്നിപ്പോ ഞാൻ വേറൊന്ന് പറയാം. രേണുസുതിയെ മാറ്റം കുറ്റം പറഞ്ഞാൽ മതി. ഈ ചാന്ത് കുടഞ്ഞ ഒരു ദാസേട്ടനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിനെ പ്രേരിപ്പിക്കുകയും അത് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക ഈ ദാസേട്ടൻ എന്താ പറയാ, അങ്ങനെ ആ ഒരു അക്കൗണ്ടിലുള്ള ആ വ്യക്തിത്വം അല്ലേ, നോയ്സ് കയറുന്നോണ്ടാണ് നമ്മളിത് താത്തുന്നത്. അല്ല മറ്റേ പക്ഷെ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ, നമ്മൾക്ക് അതിനെ കുറിച്ചിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാര് നമ്മളെ ഇവരുണ്ടല്ലോ എന്താ പറയാ, അഹാന കൃഷ്ണകുമാർ, അവര് ഈ അടുത്തൊരു ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അത് ഡ്രസ്സിങ്ങിന് എന്തോ വൾഗാരിറ്റി ആയിട്ട് തന്നെ എന്തോ. അഹാന കൃഷ്ണകുമാർ നമ്മളെ ബിജെപിയുടെ അപ്പൊ അതില് എന്തോ സംഭവം, ആ ഒരു ഡ്രസ്സിങ്ങിന്റെ എന്താ പറയാ ബിക്കിനി ഇതായിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അഹാന അല്ല, അഹാനന്റെ അനിയത്തി. അവര് ഇപ്പൊ ഓൾറെഡി കല്യാണം കഴിഞ്ഞാൽ അവര് ഹണിമൂൺ ഇതൊക്കെ കഴിഞ്ഞാൽ അവര് ഇതാകണം. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഗർഭിണി ആയി കഴിഞ്ഞാല് എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടല്ലോ, എന്താ എനിക്ക് അറിയില്ല അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാലേ സാധാരണക്കാരന് ഇതൊക്കെ എന്താ പറയാ വലിയ പുതുമുള്ള കാര്യമാണ്. ഈ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ആ കൾച്ചറുമായി അല്ലെങ്കിൽ അവര് ജീവിച്ചു വളർന്ന അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ അതാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി എന്താ പറയാ തുറന്നു കാണിക്കുന്ന സുതാര്യമായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ നമുക്കത് അസ്വസ്ഥമായിട്ട് തോന്നും. നിന്നെ പോലത്തെ സാധാരണ സ്ത്രീകൾ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ സീരിയലും കണ്ടിരിക്കുന്ന നിനക്ക് കുറ്റപ്പെടുത്തല്ല, അതിൽ നിന്ന് പുറത്തു വരണം. ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഒക്കെ ചെയ്യണം നമ്മള്. അപ്പൊ സീരിയലും പത്രമാറ്റും അതും അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയും കുറെ ലോകമുണ്ട്, ഇങ്ങനെയും കുറെ ഉണ്ട്. അതിനെ ഒക്കെ തിരിച്ചറിയാം. സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വക ആൾക്കാർ നമ്മൾ പൊട്ടക്കിണറ്റിലെ തവള പോലെ കുറെ വക ആൾക്കാരുണ്ടല്ലേ, അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയാത്ത ആൾക്കാർ. നമ്മളെന്താ പറയാ, നമ്മളൊന്നിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പ്രത്യേകിച്ചിട്ട് ശ്രമിക്കാറില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ വീട്ടിലെ ജോലികളൊക്കെ തീർക്കാം, പിന്നെ ഫോണിൽ എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, സീരിയലാണോ, സീരിയലിന്റെ ഇതാണോ, അല്ലെങ്കിൽ വ്ളോഗാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ, ഒരു മലയാളി വീട്ടമ്മ അടുക്കളയിലും
പിന്നെ ഭർത്താവിൻ്റെ ഉട്ടുകൊടുത്തത് അലക്കി അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി കൂടേണ്ടതാണ്. അവനിക്ക് വെച്ച് വിളമ്പി കൊടുത്ത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിനകത്ത് അങ്ങനെയാണ് എനിക്ക് താല്പര്യം. ആണോ? എന്നാ പിന്നെ കാറിനകത്ത് വന്നിരുന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ ഇരുന്നാ പോലെ. അടുക്കളയിൽ ഇരുന്നാ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇന്ന് ഉച്ചക്ക് എന്താ ഉണ്ടായ? ഇന്ന് ഉച്ചക്കേ വെള്ളമില്ലാത്ത കാരണം ഫുഡ് ഉണ്ടാക്കിയില്ല, അങ്ങനെ പറയാൻ പറ്റൂല. നോയ്സ് കയറും ചിലപ്പോ, എന്നാലും കുഴപ്പമില്ല. വേർക്കുന്നു. സോറി ഗൈസ്, ചെറുതായിട്ട് നോയ്സ് കയറും. അല്ല, ഇന്ന് ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് പഴഞ്ചക്ക അല്ലേ? പഴഞ്ചക്ക. പഴഞ്ചക്ക ഉച്ചക്കത്തെ ഫുഡ് പഴഞ്ചക്ക. എന്റെ കെട്ടിയോള് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പൊ ഇന്നലെ ഞങ്ങള് എന്റെ പെങ്ങളും മരുമോനൊക്കെ വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് വന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു വിരുന്ന് വെച്ചു അവർക്ക്. ആദ്യം പറഞ്ഞ് നമുക്ക് കാറ്ററിംഗ് ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് ഒരു കാറ്ററിംഗ് അതിന് വേണോ, ഒരു 5-10 പേരല്ലേ ഉള്ളൂ, നമ്മൾ കുട്ടികൾ കുറേ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയ്യ ഉണ്ടാക്കിക്കും. ബിരിയാണി ഒരു രക്ഷയില്ലാത്ത എല്ലാം ഉണ്ടാക്കും, പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ എല്ലാം ഉണ്ടാക്കും, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മടിയല്ല കേട്ടാ. എനിക്ക് ആരെങ്കിലൊക്കെ വയസ്സിൽക്കാൻ സ്നേഹിതന്മാര് വരുന്ന സുഹൃത്തുക്കൾ ഫുഡുകളൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ടാക്കി തരും. എനിക്ക് അങ്ങനെ ആരെങ്കിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുന്നൊക്കെ പറയുമ്പോ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ ഞാൻ ഫൈസൽഖാനോട് ചോദിക്കും, ഇന്നത് ഉണ്ടാക്കട്ടെ, ഇന്നതാക്കട്ടെ, ഇന്നത് മതിയോ എന്നൊക്കെ ചോദിക്കും. ഇന്നലെ എന്തൊക്കെ ഉണ്ടാക്കി ഫൈസൽക്കാ? നല്ല അടിപൊളിയായിരുന്നു, അതൊക്കെ പൊളിയായിരുന്നു. ഈ നിന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ, ഫുഡിന്റെ ഇതൊക്കെ അവർക്ക് റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫുഡ് വ്ളോഗ് ഒക്കെ ചെയ്യടോ. എന്നോട് ഫസ്റ്റില് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പാതി വഴിയിലിട്ടല്ലോ. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ അതിൽ ഞാനൊരു ബിരിയാണിന്റെ, അപ്പൊ അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ. സംഭവം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്നെ ബിരിയാണി തട്ടിക്കൂട്ടായിട്ട് വെക്കണേ, പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ, എന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ട് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷം. രേണുസുതി ആയിരുന്നു അല്ലെ? രേണുസുതിയെ കുറിച്ചിട്ട് നിന്റെ അഭിപ്രായത്തിൽ അവരിപ്പോ വരാം ഇങ്ങനെ വീട്ടില്, അതെ, വിധവയായതിന്റെ പേരിൽ ഇപ്പൊ കൊല്ലം സുതി മരണപ്പെട്ടു. അവരുടെ വിയോഗത്തെ തുടർന്ന് വീട്ടിനകത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും അവര് വിധവയല്ലേ, അങ്ങനെ ഉണ്ട്. ഞാനൊരു അഭിസാരിക എന്നിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ കഥയാണ് അഭിസാരിക. കാരണം അവള് ഒറ്റയ്ക്കായ ഒരു സ്ത്രീയെ എപ്പോഴും നമ്മള് അവൾക്ക് നേരെ തിരിച്ചു വെച്ച CCTV ആയി മാറും നമ്മളുടെ പൊതുസമൂഹം, നമുക്ക് ചുറ്റുമുള്ളവര്. അഭിസാരിക എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിന്റെ അനാർമീഡിയയിൽ കാണാം. അതാണ് രേണുസുതിയെ കുറിച്ച് വാക്കിലേക്ക് പറയാൻ ആ ഷോർട്ട് ഫിലിമിൽ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. നഗ്ന നേത്രങ്ങൾക്കപ്പുറത്താണ് കറുത്ത സത്യങ്ങളുടെ വാസം പലപ്പോഴും. അവരവരെ പാട്ടിനെ വിട്ടേക്കുന്നത് അവര് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അവര് കുറ്റം പറയാനൊന്നും തയ്യാറില്ല. അവരെ ഏറ്റവും കൂടുതൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം വെച്ചാൽ അവർക്ക് നമ്മൾക്ക് അവര് പറയാനോ ഇതാവാനുള്ള സാധ്യത അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിപ്പോ നമുക്ക് എന്താ, നിനക്ക് അങ്ങനെ തോന്നുന്നത് സുധിച്ചേട്ടൻ നിന്റെ ഒക്കെ കൂടപ്പുറപ്പാണോ ജ്യേഷ്ഠനാണെന്നൊക്കെ ഒരു തോന്നല് അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് അവരുടെ ഭാര്യ. സുധിച്ചേട്ടൻ മരിച്ചിട്ട് സുധിച്ചേട്ടന്റെ എല്ലാ ചടങ്ങും നമ്മള് ഓൺലൈനിലും മറ്റേ ന്യൂസിലൂടെ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. അത് മണിച്ചേട്ടൻ്റെത്, സുധിച്ചേട്ടൻ്റെത്. അപ്പൊ കുറെ ആൾക്കാർക്ക് നമ്മൾ എന്താ പറയാ, അപ്പൊ അവരിതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാവുമല്ലോ. അത് നമ്മളെ എന്താ പറയാ, നമുക്ക് അറിയുന്ന ആൾക്കാരെ, കാരണം നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് അവരെ വിയോഗം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ പിന്നീട് അവരെ എന്ത് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് നോക്കും അതെന്താണ് അങ്ങനെ. പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ പറയുന്നത് മുഴുവനായിട്ട് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങാനും പാടില്ല, അതും പറയാം അല്ലേ? ഇത് മുഴുവനായിട്ട് നമ്മൾ എന്താ പറയാ, അത് അങ്ങനെയായിരുന്നു ഇതിങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണ് വീണ്ടും പറയുന്നത്. എന്റെ അഭിസാരികൾ ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്, നഗ്ന നേത്രങ്ങൾക്കപ്പുറത്താണ് കറുത്ത സത്യങ്ങളുടെ വാസം പലപ്പോഴും. അതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാഴ്ചകളും ചിലപ്പോൾ മായ കാഴ്ചകളായിരിക്കും. അതിനൊക്കെ പൂർണ്ണ തോതിൽ നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. അതിനകത്ത് അതിന്റെ ജെനുവിനിറ്റി ഭയങ്കര പ്രശ്നമാണ് പലപ്പോഴും. AI സാങ്കേതിക വിദ്യയുള്ള ഈ കാലഘട്ടം ഇയാളെ ഒരു കോമാളിയെ പോലെ പ്രതിഷ്ഠിക്കുക, അത് ആഘോഷിക്കുക. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അറിയുന്നത് എങ്ങനെയാണ്? എന്റെ മുത്തുമണി ഇതിന്റെ മാറ്റിപ്പഴപ്പം കൂടിയാ. അതായത് ഇതല്ല, നമ്മളിപ്പോ വ്ളോഗും കണ്ടന്റ് ഒക്കെ ഇപ്പോഴല്ല ചെയ്യണേ. എന്തിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, ചുറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കുക. നിനക്കിപ്പോ നമുക്ക് ട്രംപിനെ കുറിച്ച് പറയാം. ട്രംപ് ഇപ്പൊ US മറ്റേ സൗദിയിൽ എത്തിയിട്ടുണ്ട്.
ഓരോ രാജ്യങ്ങളുമായി അവരവരവരെ ഇതില് വ്യാപാര കരാറിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിട്ട് ഇവിടെ വന്നെത്തും. പിന്നെ സൗഹൃദം പുതുക്കും. ഇപ്പം അതിന്റെ പേരിൽ അങ്ങനെ ഏത് വിഷയത്തെ കുറിച്ച് കുറച്ചൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മളതല്ല, അങ്ങനെയാണ്, അതാണ് മാറ്റേണ്ടത്. ഈ ചോദ്യമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അടുക്കളക്കകത്ത് ഇതിരിക്കെ കെട്ടിയോൻ ഇപ്പൊ വരാറായി, ഇച്ചിരി ചായ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കുക ഖദീജ, ജമീല, എന്റെ കെട്ടിയോളെ പേര് നബീസ കേട്ടാ. അതായത് നഫി ഫൈസൽ എന്ന് പറയുമ്പോ നബീസ എന്നാണ് വിളിക്കുക. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഓൾറെഡി. അത് ഞാൻ പറഞ്ഞു വന്നെന്താ, ഞാൻ ഇങ്ങനെ കാറിൽ കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം എല്ലാ വിഷയങ്ങളും, നമുക്ക് ചുറ്റുള്ള എല്ലാ വിഷയത്തെ കുറിച്ച് നമ്മളുടേതായ രീതിയിൽ നമുക്ക് സംസാരിച്ചു കൊടുക്കാം. രേണുസുതിയെ കുറിച്ച് ഇതിന്റെ ഉള്ളിലുള്ള ഇതിനെ മാറ്റേണ്ട എനിക്കുള്ളത് പറഞ്ഞാൽ, രേണുസുതിയെ മാത്രമല്ല ഇതിൽ തെറ്റുകാരി. രേണുസുതിയെ ഇങ്ങനെ കോലം കെട്ടിച്ച് കൊണ്ടു നിർത്തുന്ന നമുക്കുണ്ടൊരു പങ്ക്. നമുക്കെന്ന് പറയുമ്പോൾ ഇതിന്റെ യൂട്യൂബേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് കൂടുതലും. പിന്നെ ഇതൊക്കെ അവർക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗമായി കിട്ടണ ഒരു കണ്ടന്റ്. ഇപ്പൊ സുധിയില്ല, കൊല്ലം സുധിയിൽ, ആ വലിയ മനുഷ്യൻ പോയി. അവരുടെ ജീവിതത്തിൽ ഇനി അവരെ മുന്നോട്ടേക്ക് നീയോ ഞാനോ എത്ര നാൾ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ സഹായിക്കും അവരെ? ഒരു പരിധിയില്ലേ? അവരെ കോമാളി എന്നല്ല, ഞാൻ രേണുസുധിന്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് കടന്നുകൂടിയാണ്. രണ്ട് വിഷയമാണ്. പക്ഷെ അതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും ഇവർക്ക്. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സ്റ്റാർഡം അലങ്കരിക്കപ്പെട്ടവരാണ്. സ്റ്റാർഡം തലയിൽ സ്വയം എടുത്തു വെച്ചവരാണ് ഇവരൊക്കെ. ആര് ഈ പറഞ്ഞ ആറാട്ടണ്ണനായാലും ശരി, അലൻ ജോസ് പെരേര ആയാലും ശരി, ഒക്കെ വേറെ കണ്ടന്റ് ആക്കിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പാട്ട് ഇഷ്ടപ്പെട്ട് അത് അത്യാവശ്യം കോളർ ട്യൂണിലൊക്കെ പോയി, അത് വിറ്റ പൈസ കൊണ്ടാണ് ഞാൻ അവൾക്ക് മഹറാക്കി. അത് ഇറങ്ങി കോളർ ട്യൂണിൽ നിന്ന് എനിക്ക് 1.25 ലക്ഷം ഉറപ്പോടെ ടോട്ടൽ കിട്ടോ. പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ഉണ്ടായില്ല. അങ്ങനെ എനിക്കൊരു ഷെയർ കിട്ടിയതായിരുന്നു. കുറച്ച് പൈസ ഇങ്ങനെ അന്നത്തെ കാലത്ത് ഇങ്ങനെ അടുക്കി കൂട്ടി പെറുക്കി വെച്ച പൈസ അതിലുണ്ട്. പിന്നെ എൻ്റെ വിയർപ്പോഹരി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, മ്യൂസിക്കൽ ലിറിക്സൊക്കെ ഞാനായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പൈസ ആയിട്ടാണ് എൻ്റെ കെട്ടിയോൾക്ക് ഞാൻ മഹർ എടുത്തു കൊടുക്കുന്നത്. അത് വലിയൊരു കഥയാണ്, പിന്നീട് പറയാം അല്ലേ. നമ്മളുടെ പ്രണയമായിരുന്നു, അഭിഹിതമായിരുന്നു. പ്രണയൊക്കെ ഇവളെ എനിക്ക് ഓഫർ ചെയ്ത ഇവളുടെ ലൈഫ്, എന്നെ പോലത്തെ ഒരാൾ, ഇങ്ങനെ എന്നെ അറിയുന്ന ഒരാൾക്ക് എനിക്ക് ഒരു ചോദ്യം, ഫൈസൽ കാര്യങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? അതൊക്കെ പറയാം. 23 ഇതൊന്നും ആരും കണ്ടിരിക്കില്ല ഇത്ര സമയം. പ്രേമിച്ചിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് പറയാന്ന്. നീ പ്രണയിച്ചിട്ടില്ലേ? എനിക്കറിയില്ല. എന്റെ അടുത്ത് ആദ്യം വന്നിട്ട് പ്രണയിക്കാത്ത ഒരാളുണ്ട്. അപ്പൊ അതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാന്നേ. നമ്മളുടെ പ്രിയപ്പെട്ടവരോട്, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മളുടെ സ്വകാര്യത അത്യാവശ്യമൊക്കെ തുറന്നു പറയാൻ നമുക്കൊരു മടിയില്ല അല്ലേ. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഫൈസൽ ഖാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, ഇത്ര ദൂരമുള്ള നിങ്ങൾ എങ്ങനെ ഫൈസൽ ഖാന്റെ ജീവിതത്തേക്ക് വന്നത്? അപ്പം അത് എന്താ പറയാ, ഞാൻ അത് അവരുടെ കഥ കുറച്ചായിട്ട് വിവരിച്ചു കൊടുക്കും. അപ്പൊ ആശങ്കാകുലനാണ് 24 മിനിറ്റ് എപ്പോഴും എഡിറ്റിംഗിൽ ചെയ്യാം. അപ്പൊ എന്താ പറയാ, ആ ഒരു ഇത് ഞാൻ ചില ആൾക്കാരോട് അത് ഇങ്ങനെ എന്താ പറയാ കുറച്ച് കട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇനി ഞാൻ കട്ട് ചെയ്യാതെ അത് ഫുള്ളായിട്ട് ഞാനൊരു ദിവസം പറഞ്ഞു എന്റെ പ്രേക്ഷകരോട്. അപ്പം അത് എത്ര ആൾക്കാർ കേൾക്കും കാണും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാ, എന്താ പറയാ, ഞാനത് ലെവലാണ് ഇപ്പൊ ആഘോഷിക്കുന്നത്. ഈ റീസെന്റ് കഴിഞ്ഞതിൽ പറഞ്ഞാല് മറ്റേ പ്രണവിന്റെ വൈഫ് അല്ലെ, പിന്നെ ആരാണ് വേറെ അടുത്ത് റീസെന്റ് കുറെ ആളുകൾ വന്നല്ലോ. അതിനൊക്കെ മുന്നേ അതായത് നമ്മൾ ഇപ്പൊ ഒരു ചിരി വമ്പർ ചിരിയില് ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, അവർക്ക് ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പൊ അവർക്ക് എന്താ ആക്സിഡന്റ് പറ്റിയിട്ട് അതപ്പോ അല്ല അവരത് വേറെ വെച്ചാൽ അവര് നല്ല ഇതില് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അവര് പ്രണയിച്ചിരുന്നതാണ്. പിന്നീട് അത് അവർക്ക് സംഭവിച്ചു. പക്ഷെ അത് അവർ ആ ഒരു ഷോയില് വന്നിട്ട് അവർക്ക് അവിടെയുള്ള ആൾക്കാർ കൊടുക്കുന്ന റെസ്പെക്ട് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്റെ ഉള്ളിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായി. കാരണം അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തേക്ക് ഞാനും വന്നിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം അല്ലേ. അതല്ല, പക്ഷെ അത് എന്റെ മനസ്സിൽ എനിക്കുള്ളത്, എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടണം. നമുക്കതൊരു കണ്ടന്റ് ആക്കി പിന്നിട്ടാ പോലെ. വിഷയത്തിന് ഞങ്ങൾ രേണുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇത്രയുള്ളൂ നഫിയ. നിങ്ങളെപ്പോലുള്ള വീട്ടമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകൾ, കുടുംബിനികൾ അവരോട് വെറുപ്പും വിയോജിപ്പും കാണിക്കാതെ
അവര് സ്ത്രീയാണ്, അവരെ വിട്ടേക്ക്. അവരുടെ സ്വകാര്യതയിലേക്ക് അവരെ പറഞ്ഞയച്ചേക്ക്. ഇതിന്റെ പിന്നാലെ കോലി നോക്കി പോകുന്നവരോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ കുറച്ചൊക്കെ ആയില്ലേ, ഇനി വിട്ടേക്ക്. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് ഏതെങ്കിലും ഒരു ഇര വന്ന് വീഴും ഉറപ്പായിട്ടും. രേണുവിനെ വിട്ടേക്ക്, പാവാണ്, ജീവിച്ചോട്ടത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.